സത്യത്തിൽ ഇന്ന് കേരളത്തിലെ സമസ്തക്കാരുടെ ഒറിജിനൽ പടച്ചോൻ ചിറ്റടി മീത്തൽ അബൂബക്കറാണ്. കാരണം എന്താ? നിങ്ങൾ എന്നെ ചിന്തിച്ചു. അനല്ലാന്ന് ഇടവണ്ണയിലെ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ നിങ്ങളോട് പറയാ അനല്ലാ, ഞാൻ തന്നെ അല്ലാ, നിങ്ങൾ എന്നെ വെച്ചേക്കുവോ? ഞാൻ അനല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കരുതുക? ഓ, അള്ളാന്റെ വലിയാണ് അയാൾ എന്നാ കരുതുക. പച്ചക്കാപ്പിറന്നല്ല കരുതുള്ളൂ. പച്ചക്കാപ്പിറാണോ അവന്? എന്താ അങ്ങനെ പറയാൻ? പച്ചക്കാപ്പിറാന്ന് പറയാൻ? ഫിറോന് പച്ച മുഗ്മിന? ചെങ്ങമരെ ഫിറോൻ പച്ച മുഗ്മിന? ചെങ്ങമരെ ഫിറോന് പച്ചക്കാപ്പിറാന്ന് പറയാൻ നമുക്ക് പേടിയില്ല. എന്നാ അനല്ലാന്ന് പറഞ്ഞ വെച്ചാൽ പച്ചക്കാപ്പിറാന്ന് പറയാൻ നിങ്ങൾക്ക് എന്തിനാ പേടിയെന്ന്? അങ്ങനെയാണെങ്കിൽ ഫിറോനോട് ഒരു തളപ്പും ചിറ്റടി മീത്തലിനോട് വേറൊരു തളപ്പുകള് ആണോ? അങ്ങനെയല്ലേ? ചിറ്റടി മീത്തൽ അബൂബക്കർ എണീറ്റ് എന്ന് പറഞ്ഞത്ര അനല്ലാ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഫിറൗന്റെ ശിഷ്യൻ, അതല്ലാതെ വേറെന്താ ഉള്ളത്? ഫിറൗൻ ഒരു ശിഷ്യനെ കിട്ടി കേരളത്തിൽ നിന്ന്. അല്ലാതെ ആലിമുൽ അല്ലാമയാണെന്നോ ഔലിയാണെന്നോ വിശ്വസിക്കാൻ ഖുർആൻ വെറുതെ കണ്ണുകൊണ്ട് കണ്ടൊരുത്തൻ, വായിക്കൊന്നും വേണ്ട, നോക്കി ഒരുത്തൻ ഓൻ പറയോ അനല്ലാന്ന് ഒരുത്തൻ പറഞ്ഞാ ഓൻ മുഅ്മിനാണ്. ഞാൻ ഈ അനല്ലാന്ന് ചിറ്റടി മീത്തൽ അബൂബക്കർ പറഞ്ഞു. അത്രയും വലിയ മഹാനാണ് മൂപ്പർന്നൊരു മൊയ്ലിയാർ പ്രസംഗിച്ച അന്ന് ഞാൻ ഉറങ്ങിയില്ല. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ ഉറങ്ങാത്തത്? എങ്ങനെ ഉറങ്ങാൻ കഴിയും? പല രാത്രികളിൽ എന്റെ കാര്യം ഞാൻ പറയും, പടച്ചോൻ സാക്ഷി, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്താ ഈ പറയുന്നത്? ഫിറൗനെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞു? ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുകുമുൽ ആലാ. ഫഖാല അന റബ്ബുകുമുൽ ആലാ. അത് ഫിറൗന് പറയാൻ പാടില്ല, അത് ചിറ്റടി മീത്തൽ അബൂബക്കറിന് പറയാ, തർക്കടില്ല. ആ ഫിറൗന് അല്ലാഹ് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. കുളുകുളുകുളൂന്ന് പറഞ്ഞിട്ടാ മരിച്ചേ ചങ്ങായി, വെള്ളത്തിൽ മുങ്ങിയിട്ട്. ഏത് എന്നാലേ നിങ്ങൾ ഖുർആൻ 114 അധ്യായം പല ഉരു വായിക്കാൻ പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് അവസരം ഉണ്ടായിട്ടുള്ള ഒരു എളിയ പ്രബോധകനാണ് ഞാൻ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 114 അധ്യായം പല ഉരു വായിച്ചു പോകുന്ന ഒരാളെന്ന നിനക്ക് ഞാൻ നോക്കി. ഏതെങ്കിലും ഒരു നബി അള്ളാഹു ദർജ ഉയർത്തിയിട്ട് പദവി അങ്ങോട്ട് ഉയർത്തി അള്ളാഹുലേക്ക് എന്നിട്ട് ഉയർത്തി എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഉയർത്തിയിട്ടൊരു നബി പറയാണെന്ത്? അനല്ലാ, ഞാൻ തന്നെ അല്ലാ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവോ? ഏതെങ്കിലും ഒരു മരി മാത്രമല്ല, എങ്ങനെങ്കിലും അനല്ലാന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ശരിക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റണ ഈസാ നബിക്ക് പറ്റണമല്ലോ. കാരണം ഈസാ ബാപ്പല്ലാതെ ജനിച്ച ഒരാള്. ഈസാ നബി പോലും എന്താ പറയണറിയോ? ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. നോക്കൂ നിങ്ങൾ, ഖുർആന്റെ 19-ാം അധ്യായം 31-ാമത്തെ വചന. ഞാൻ അള്ളാന്റെ അടിമയാണ് ഈസാ നബി പറയാൻ. ഞാൻ അള്ളാന്റെ അടിമയാണ്. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ അള്ളാന്റെ അടിമയാണ്. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. സൂറത്ത് ബഖറ 23. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അവിടെ അടിമയാണ്. 7 ആകാശം കടന്നു പോകുമ്പോൾ നബി അടിമയാണ്. 17-ാം അധ്യായം 18 അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദി. എന്തിനാ അല്ലാഹ് ഇങ്ങനെ ആവർത്തിച്ച് അടിമയാണ്? 7 ആകാശം കടന്നൊരാൾ പോയാൽ ഓൻ എന്തും ബാധിക്കുക. അപ്പോഴും അല്ലാഹ് പറയണെന്നറിയോ? 7 ആകാശമല്ല 700 ആകാശം കയറിയാലും മുഹമ്മദിന്റെ അടിമയാണ്. ആ ബോധം മുഹമ്മദിനും വേണം, ആ ബോധം ബാക്കിയുള്ളവർക്കും വേണം. കേട്ടോ, 7 ആകാശം കയറി അങ്ങ് ബൈത്തുൽ മഅമൂർ വരെ എത്തിയിട്ട് ആ നബി പോലും പറയണേ ഞാൻ അള്ളാന്റെ അടിമയാണ്. ഇവനൊക്കെയോ സ്റ്റേജിൽ കയറി എന്ന് പറയാം ഞാനാണ്. എന്നിട്ട് കേരളത്തിലെ ഒരു പ്രസ്ഥാനം ഇവിടെ വളരുന്നില്ലേ? ഓനെ ഷെയ്ഖാക്കി കൊണ്ടെടുക്കില്ല ആളുകള്. ചിന്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൽ ഒരാള് ബെറച്ചിങ്ങനെ നിന്നപ്പോ നബി പറയുന്നത് എന്തറിയോ? ജിന്നെ കാണുമ്പോ പറക്കേ ഞാൻ രാജാവാ, കൂലു അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമയാന്ന് പറ. അള്ളാന്റെ അടിമയാണ്, ഞാൻ അള്ളയാണെന്നല്ല, ഞാൻ അള്ളാന്റെ അടിമയാണ്. ആ നബീന്റെ ഉമ്മത്തിൽപ്പെട്ട ഈമാനിന്റെ തരിമ്പുള്ള ഒരുത്തം പറയോ അനല്ലാന്ന്, ഞാൻ അള്ളയാന്ന്? നിങ്ങൾ ചിന്തിക്ക്, സുന്നി ചിന്തിക്ക്, AP സുന്നി ചിന്തിക്ക്, ആലോചിച്ചു നോക്കെ എന്താണ് ഈ പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ?
ചില യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നാളെ അള്ളാഹു എന്ന് വിളിക്കുന്നവനെ അടിക്കാൻ വേണ്ടി APK സുന്നൽ രംഗത്തിറങ്ങി. അല്ലേ ഏതല്ലാടാ മോമനെ പരിചയപ്പെടുത്തി അല്ലേ, അത് കൊണ്ടെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളൊരു അള്ളാൻ ഉണ്ടാക്കിയില്ല, ചിറ്റടി മീത്തല ബുക്രോനെ വിളിച്ചോ. അത് പറയുന്ന അവസ്ഥ ഇവിടെ സംജാതമാകാതെ നമ്മൾ മരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. അവിടെ അത് അള്ളാന്റെ റസൂലിന്റെ പ്രവചന, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചന. ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം വരില്ല. ലാത്ത ഉസൈൻ ബിംബം വെച്ചിട്ട് മൊയ്ലിയാമാര് വിളിക്കണവരെ, മുത്തുനബിയാ പറയുന്നത്, മൊയ്ലിയാമാര് വെച്ച് വിളിക്കണവരെ ലോകം അവസാനിക്കൂല. ഗാസയും പലസ്തീനും ഒക്കെ ഇനിയും തുടരും, ഇസ്രായേൽ ഇനിയും ഉണ്ടാവും, കുറച്ച് കൊല്ലം കൂടെ ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവിടെ ചിലത് സംഭവിക്കും, അതൊക്കെ വരും, അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. അന്ന് നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോളി, ഇന്ന് ജീവിക്കുന്ന നമ്മുടെ വിശ്വാസം എന്താന്ന് പരിശോധിക്കാതെ ഈ സ്റ്റാൻഡിൽ എണീച്ചു കൊണ്ടാ. എന്നിട്ട് അള്ള പറയാ എന്ത്, വലൗ യറല്ലദീന ളലമൂ, ഈ അക്രമികൾ. ഏതക്രമി? ഏതാ അക്രമി? ഇവിടെ അള്ള വിളിച്ച അക്രമി ആരാ? അള്ളാനെ സ്നേഹിക്കുന്ന പോലെ ഔലിയാക്കളെ സ്നേഹിച്ചവനെ അള്ള വിളിച്ചെന്താ? മുഅ്മിൻ എന്നല്ല, മുസ്ലിം എന്നല്ല, സലഫി എന്നല്ല, ഈമാനുള്ളവനല്ല, സ്വാലിഹ് എന്നല്ല, വലിയ എന്നല്ല. പിന്നെന്താ വിളിച്ചത്? അള്ളാനെ സ്നേഹിക്കുന്ന പോലെ മൊയ്തീൻ ശൈഖിനെ സ്നേഹിക്കുന്നവൻ അള്ള വിളിച്ചെന്തറിയോ? ലാലിബ്. വലൗ യറല്ലദീന ളലമൂ, ഇത് യറൗനല്ലദാ, ആ ലാലിബ് ശിക്ഷ കാണുന്ന ദിവസം. ഇനി ഞാൻ പറയുന്ന ഖുർആന്റെ വചനമാണ്, സൂറത്ത് ബഖറയിലെ 165. അടുത്തെന്താ അറിയാല്ല, അങ്ങനെ ശിക്ഷ കാണുന്ന ദിവസം ഇവരുടെ ഉസ്താദുമാര്, ഈ അനുയായി കാന്തപുരം ജിഫ്രി മുത്തുക്കോയ തങ്ങള്, ഫൈസി, മുസ്തഫൽ ഫൈസി, ഇവരൊക്കെ ഇവരുടെ അനുയായികളോട് പറയുന്ന ഒരു വാചകമാണല്ലോ പറയുന്നത്. എന്താ പറയണറിയോ? അന്നൽ ഖുവ്വത്തലില്ലാഹി ജമീഅ, എല്ലാ കഴിവും അല്ലാഹ്ക്കാ. ഈ ഔലിയാക്കൾക്കൊന്നും ഒരു കഴിവില്ലായിരുന്നു. അത് ദുനിയാവിൽ നിങ്ങളത് പിട്ടടിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞൊരു നുണയായിരുന്നു. അവിടെ വെച്ച് കാര്യം ബോധ്യപ്പെടുക. അവിടെ വെച്ചിട്ട് എന്താ പറയുന്നത്? വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനല്ലദാ അന്നൽ ഖുവ്വത്തലില്ലാഹി ജമീഅ, അള്ളാഹ്ക്കാണ് മുഴുവൻ കഴിവും. ഇവിടുന്ന് പറഞ്ഞതോ അള്ളാന്റെ എല്ലാ കഴിവും ഇവർക്കൊക്കെ ഉണ്ട്. എന്താ അള്ള കൊടുത്തൂടെ? അള്ളാഹ് കൊടുത്ത ഉണ്ടാവൂലേ? വിമാനത്തെ പിടിച്ചേക്കാൻ കഴിയൂലേ? ട്രെയിനിന് നിക്കടാ അവിടെ പറഞ്ഞാൽ നിൽക്കൂലേ? ഞാനിന്നൊരു ഹമുക്കിന്റെ പ്രസംഗം കേട്ടെന്താ അറിയോ? ചീറിപ്പാഞ്ഞ് ട്രെയിൻ വരിക, CM മടവൂരിന്റെ കാറ് ട്രാക്കിൽ കയറി, ട്രെയിനിന്റെ ഇതില് അതിന് കയറി അവിടെ നിൽക്കവിടെ CM മടവൂരെ അവിടെ നിന്ന് ഡ്രൈവർ അതിൽ ചാടി ഇറങ്ങി വന്ന് CM ആ കാറിൽ നോക്കിയിട്ട് പറഞ്ഞു, ഒരു ദൈവപുത്രൻ ഇതിലുണ്ട്, ഒരു ദൈവത്തിന്റെ അവതാരം ഇതിലുണ്ട്. അങ്ങനെയുണ്ട് പ്രസംഗ, മൊയ്ലിയാര പ്രസംഗ. കണ്ണൂര്, പിന്നെ കണ്ണൂർ വളപട്ടണം, തലശ്ശേരി വളപട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലേ ഉള്ളൂ. തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാൻ ട്രെയിൻ വരുമ്പോ മറ്റേ കൊയിഞ്ഞു പോകണം. പക്ഷെ ഒരു സമയം ഇതങ്ങോട്ട് കയറി ശൈഖുനയുള്ള വാഹനം, കാറ്, അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ. വാഹനത്തിൽ ശൈഖുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് ഭയന്നുപോയി. ശൈഖുനയുടെ മുമ്പിലേക്ക് ശരീരം വെച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ. ഏതുപോലെ ഉഹദിൽ ശത്രുക്കൾ അമ്പ് ചെയ്തപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹിനെ മറഞ്ഞു നിന്നതുപോലെ ശൈഖുനാക്കൊന്നും സംഭവിക്കരുതെന്ന് മനസ്സിലാക്കി. പക്ഷെ ശൈഖുന പറഞ്ഞു, ഭയപ്പെടേണ്ട. തീവണ്ടിയിലേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു, അവിടെ നിൽക്കൂ. തീവണ്ടി അവിടെ നിന്നല്ലോ. ആ ഡ്രൈവർ ഇറങ്ങി വന്ന് കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് എന്നാണ്. അത് തീവണ്ടി എന്നല്ല, ഉലകം നിൽക്കും. ഇതാ നോണ. എന്നിട്ടേ മൂപ്പരെ പറ്റി പറയണെന്നറിയോ? 14 ലോകം മൂപ്പരിപ്പം നിയന്ത്രിക്കുക. ഒരു കയ്യിന്റെ പിടീന്റെ വലിപ്പമുള്ള ഹൃദയം നിയന്ത്രിക്കാൻ കഴിയാതെ മരിച്ചേ മനുഷ്യ. സ്വന്തം ഹൃദയം ഉണ്ടല്ലോ, ഓരോരുത്തരുടെ ഹൃദയം അവരവരെ കൈപ്പിടി വലിപ്പം ഉണ്ടാകുക. ഈ വലിപ്പത്തിലുള്ള ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാനാവാതെ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന ഒരുത്തനെ കുറിച്ചാണ് ബുദ്ധിയും കഥയുള്ള 5-8 കൊല്ലം ചടഞ്ഞു കുത്തിരിന് ആരാന്റെ സമ്പാദ്യത്തിൽ നിന്ന് തിന്നു മുടിച്ച് കാളക്കുറ്റന്മാരമായി നിൽക്കണേ ഈ വർഗം പറയാണെന്ത്? ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരാണ്. നിങ്ങളാന്ന് ആരാന്റെ ചെലവിൽ ജീവിക്കുന്ന ഈ കൗമ് ലോകത്തോട് വിളിച്ചു പറയണത്? ഒരു കൈപ്പിടി വലിപ്പത്തിലെ ഹൃദയം നിയന്ത്രിക്കാൻ കഴിവില്ലാത്തോല് ആ ആളുകൾ ലോകം നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങൾ ബേജാറാണ്ട. എങ്ങനെയുണ്ട്? എവിടേക്കാ ഈ കൗമ് ക്ഷണിക്കുന്നത്?